അംഗം മതിയാക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ സഹയാത്രികയും മുൻ കോൺഗ്രസ് നേതാവുമായ ശോഭന ജോർജ്. ഏറെക്കാലം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് MLA ആയ ശോഭന പിന്നീട് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് മറുകണ്ഠം ചാടി CPM-ന് കൈകൊടുത്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഈ വനിതാ നേതാവ് പ്രതീക്ഷിച്ചതാണ്, എന്നാൽ ലഭിച്ചില്ല. ഇക്കുറിയും സീറ്റ് പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇതോടെയാണ് ഇനി തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇല്ല എന്ന് ശോഭന ജോർജ് പ്രഖ്യാപിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് എത്തിയ ഒരാളും പിന്നീട് CPM-ൽ ഗതി പിടിച്ചിട്ടില്ല. ചെറിയാൻ ഫിലിപ്പ് അടക്കം തിരിച്ചു കോൺഗ്രസിലെത്തുന്നത് നമ്മൾ കണ്ടു. ശോഭന പക്ഷേ CPM-ൽ തുടരുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. നിരവധി തവണ MLA ആയ വ്യക്തിയാണ് ശോഭന ജോർജ്. ചെങ്ങന്നൂരിൽ നിന്ന് 3 തവണ അവർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തയായ പോരാളിയായിരുന്നു അവർ. പക്ഷേ ഇടക്കാലത്ത് അവർ കോൺഗ്രസുമായി അകലുകയായിരുന്നു. അതിന് നിരവധി കാരണങ്ങളുമുണ്ട്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച വ്യാജരേഖ കേസിലെ 1-ാം പ്രതിയായിരുന്നു ശോഭന ജോർജ്. സീറ്റ് ലഭിക്കാതെ വന്നതോടെ തനിച്ച് ചെങ്ങന്നൂരിൽ നിന്ന് ജനവിധി തേടിയ ചരിത്രവും ശോഭനയ്ക്കുണ്ട്. അവർ മത്സരിക്കുന്നില്ലെന്ന വിവരം വന്നെങ്കിലും കോൺഗ്രസിന് സന്തോഷിക്കാൻ വകയില്ല. കാരണം ശോഭന ഇത്തവണ LDF-നൊപ്പമാണ്. 1991 മുതൽ തുടർച്ചയായി 3 തവണ ചെങ്ങന്നൂരിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് ശോഭന ജോർജ്. 2006 ശോഭന ജോർജിന്റെ സീറ്റിൽ PC വിഷ്ണുനാഥിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതോടെയാണ് അവർ പാർട്ടിയുമായി അകന്നത്. തൊട്ടുപിന്നാലെ വ്യാജരേഖ കേസുകൂടി വന്നതോടെ കോൺഗ്രസിന് അനഭിമതയായി ശോഭന മാറി. പിന്നീട് പാർട്ടിയുമായി തീർത്തും അകന്ന അവർ 2016 സീറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ വിഷ്ണുനാഥിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. പക്ഷേ വിമതയായി മത്സരിച്ച ശോഭനയ്ക്ക് 3966 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. എന്നാൽ വിഷ്ണുനാഥിന്റെ പരാജയത്തിന് ഒരു പരിധിവരെ ശോഭന കാരണമായിരുന്നുവെന്ന് പറയുന്നതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. മന്ത്രിയായിരുന്ന KV തോമസിന്റെ പ്രതിച്ഛായ തകർക്കാൻ അദ്ദേഹത്തെ 332 കോടിയുടെ ഹവാല ഇടപാടുമായി ബന്ധപ്പെടുത്തി ഇന്റലിജൻസ് DGP-യുടെ പേരിൽ വ്യാജരേഖ ചമച്ചുവെന്നായിരുന്നു കേസ്. മന്ത്രിയുടെ പ്രതിച്ഛായ തകർത്ത് മന്ത്രിപദം കരസ്ഥമാക്കാൻ ശോഭന കളിച്ചുവെന്നായിരുന്നു ആരോപണം. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്ന കേസിൽ 7 പ്രതികളാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസ് നേതാവ് K കരുണാകരന്റെ അടുത്തയാളായി അറിയപ്പെട്ട വ്യക്തിയായിരുന്നു ശോഭന. 1991, 1996, 2001 കാലങ്ങളിൽ ചെങ്ങന്നൂരിലെ പ്രതിനിധീകരിച്ച് സഭയിലെത്തിയ വ്യക്തിയാണ് ശോഭന ജോർജ്. 2006 പക്ഷേ വിഷ്ണുനാഥിനെയാണ് പാർട്ടി മത്സരിപ്പിച്ചത്. 2011 വിഷ്ണുനാഥ് തന്നെ മത്സരിച്ചു. വിഷ്ണുനാഥിന്റെ തുടർച്ചയായ വിജയം ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് ശോഭന ജോർജിനെ പൂർണ്ണമായും അകറ്റി. 2016 സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായതോടെയാണ് ശോഭന ജോർജ് വിമത സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയത്. പിന്നാലെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. വിഷ്ണുനാഥ് പരാജയപ്പെട്ടതിന് കാരണം ശോഭനയുടെ സ്ഥാനാർത്ഥിത്വമാണെന്ന് വിലയിരുത്തലുണ്ടായതോടെ എന്നേക്കുമായി അവർ കോൺഗ്രസിനോട് ബൈ പറഞ്ഞു. പിന്നാലെയാണ് ഖാദി ബോർഡ് ഉപാധ്യക്ഷയായി ശോഭന ജോർജിനെ CPM നിയമിച്ചത്. MV ബാലകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലാണ് നിയമനം. ചെങ്ങന്നൂരിൽ LDF-ന് വേണ്ടി പ്രചരണത്തിനിറങ്ങിയ ശോഭന ജോർജിനുള്ള CPM-ന്റെ സമ്മാനമാണ് പുതിയ പദവി. വീണ്ടും മറ്റൊരു തിരഞ്ഞെടുപ്പ് കാലം കൂടി കടന്നു വരുന്നതോടെയാണ് ഇനി ഒരു മുന്നണിയിൽ പോലും സീറ്റ് ലഭിക്കില്ലെന്ന് ശോഭന ജോർജ് തിരിച്ചറിഞ്ഞത്. ഇതോടെയാണ് പിന്മാറുകയാണെന്ന് നേതാവ് പ്രഖ്യാപിച്ചത്. ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തീർത്തും നിരാശയോടെയാണ് അവർ പ്രതികരിച്ചത്. CPM 2 ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം നൽകിയെങ്കിലും അത് ശോഭനയുടെ മികവിന് പകരം വയ്ക്കാൻ പോകുന്നതല്ലെന്നാണ് അവർ പറയുന്നത്. ഇതോടെ എന്നേക്കുമായി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചുവെന്ന് പ്രഖ്യാപിച്ച ശോഭന LDF-നായി പ്രവർത്തിക്കുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്.